സാമ്പത്തികമായും സാമൂഹികമായും ബീഹാർ നമ്മുടെ കേരളത്തെക്കാൾ വളരെ പിന്നിലാണ്. അപ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് 10,000 രൂപ വീതം 1.25 കോടി സ്ത്രീകൾക്ക് വിതരണം ചെയ്തത്? ബീഹാറിന് ഇത് പറ്റുമെങ്കിൽ കേരള സർക്കാർ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത് എന്തിനാണ് എന്ന് ന്യായമായും ചിലർക്കെങ്കിലും സംശയം തോന്നാം. പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ കുത്തനെ കൂട്ടുമോ എന്ന് പ്രതിപക്ഷത്തിന് ആശങ്കയും തോന്നാം. വോട്ടിന് 10,000 രൂപ എന്ന പരിപാടി ബീഹാറിൽ എങ്ങനെ നടപ്പാക്കി? എവിടെ നിന്ന് കിട്ടി ബീഹാർ സംസ്ഥാനത്തിന് ഇത്രയും പണം? 1.25 കോടി സ്ത്രീകൾക്ക് 10,000 രൂപ കൊടുക്കാൻ ചില്ലറ പണമൊന്നും പോരാ. 12,500 കോടി രൂപയാണ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നിതീഷ് സർക്കാർ ഇട്ടുകൊടുത്തത്. സാധാരണ രീതിയിൽ ഒരു വർഷം ബീഹാറിൽ റോഡ് നിർമ്മാണത്തിന് മാത്രമായി ചിലവഴിച്ചുകൊണ്ടിരുന്ന പണമാണ് ഏകദേശം 12,500 കോടി രൂപ. ഈ 12,500 കോടി രൂപ വെച്ച് കേരളം എന്താണ് ചെയ്യുക എന്ന് കൂടി നോക്കാം. റോഡിനും പാലത്തിനും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിനെല്ലാം കൂടി ഒരു വർഷം നമ്മൾ ചെലവഴിക്കുന്ന പണം ഏകദേശം ഇത്രയും വരും. കേരളം കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾക്ക് എല്ലാം കൂടി ഒരു വർഷവും ചെലവഴിക്കുന്ന തുകയും ഇത്ര തന്നെയാണ്. അതായത് 12,500 കോടി രൂപയാണ് ഏകദേശം ക്ഷേമ പെൻഷനുകൾക്കെല്ലാം കൂടി കേരളത്തിൽ വേണ്ടി വരുന്നത്. ഇത്രയും പണം വോട്ടിന് ചെലവഴിച്ചാൽ മറ്റു പല ആവശ്യങ്ങൾക്കും നമുക്ക് പണമില്ലാതെയാകും. വികസന ക്ഷേമ പദ്ധതികൾ പലതും മുടങ്ങും. അങ്ങനെയെങ്കിൽ ബീഹാറിന് എവിടെ നിന്ന് കിട്ടി ഇത്രയും പണം? 12,500 കോടി രൂപ ഇങ്ങനെ സ്ത്രീകളുടെ 1.25 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം ഇട്ടുകൊടുക്കാൻ എങ്ങനെ ബീഹാറിന് ഇത്രയും പണം സ്വരൂപിക്കാൻ കഴിഞ്ഞു? ശരാശരി 25,000 കോടി രൂപയോളം വരുമാന കമ്മിയുള്ള സംസ്ഥാനം ഭാവി പരിപാടികൾ എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണോ വോട്ട് ലക്ഷ്യമാക്കി 10,000 രൂപ ബാങ്കിൽ ഇട്ടുകൊടുത്തത്? ഇവിടെയാണ് കൈയയച്ചുള്ള സഹായവുമായി നിൽക്കുന്ന കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ ഉദാര മനസ്സിനെ നമ്മൾ കാണേണ്ടത്. നിതീഷ് കുമാറിന്റെയും തെലുങ്കുദേശം പാർട്ടിയുടെയും പിന്തുണയോടെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്കായി ബീഹാറിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവതരിപ്പിച്ച ബജറ്റിൽ തന്നെ ബീഹാറിന് പല പദ്ധതികളിലായി 58,900 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 26,000 കോടിയുടെ റോഡ് വികസനം, 21,400 കോടിയുടെ വൈദ്യുതി പ്ലാന്റ്, 11,500 കോടി രൂപയുടെ വെള്ളപ്പൊക്ക നിയന്ത്രണ പരിപാടികൾ എന്നിവ എല്ലാം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പ്രത്യേക പാക്കേജായി 5,532 കോടിയും കൊടുത്തു. അതിന്റെ 5,532 കോടി പ്രഖ്യാപിച്ചു. അതിന്റെ ആദ്യ ഘട്ടവും കൊടുത്തു. ഇങ്ങനെ പണം വാരിക്കോരി കിട്ടുമ്പോൾ സർക്കാരിന്റെ തനത് വരുമാനം വലിയ തോതിൽ വോട്ട് ലക്ഷ്യമിട്ട് ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം ബീഹാറിൽ നിതീഷ് സർക്കാരിന് കിട്ടി. ഇതിനിടെ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയായ ജൻ സുരാജ് പാർട്ടി പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ലോകബാങ്കിന്റെ പദ്ധതികൾക്കായി മാറ്റിവെക്കേണ്ട 14,000 കോടി രൂപ കേന്ദ്ര സർക്കാർ ബീഹാറിന് നൽകിയെന്നും അതാണ് സ്ത്രീകൾക്ക് 10,000 രൂപയായി നൽകിയതെന്നുമാണ് ഒറ്റ സീറ്റിൽ പോലും ജയിക്കാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുടെ ആരോപണം. इस समय बिहार के जो पब्लिक डेट है वो लगभग 4,06,000 करोड़ है. उसका प्रतिदिन पर डे इंटरेस्ट ब्याज केवल 63 करोड़ प्रतिदिन है. तिजोरी खाली है. ये जो पैसा दिया गया, हमें सूचना है, शायद गलत भी हो सकती है, कि 21,000 करोड़ वर्ल्ड बैंक से आए थे किसी और प्रोजेक्ट के. ഏത് വഴിക്ക് കിട്ടിയതാണെങ്കിലും 12,500 കോടി രൂപ ഒറ്റയടിക്ക് ചെലവഴിച്ചതിന്റെ ഭാരം താങ്ങാനുള്ള ശേഷി ബീഹാർ ഖജനാവിനുണ്ടാവില്ല. സർക്കാർ പണം കണ്ടെത്തി നടത്തേണ്ട പല പദ്ധതികളും ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ഭാവിയിൽ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ വീണ്ടും കേന്ദ്ര സർക്കാർ കനിയേണ്ടി വരും. രാഷ്ട്രീയമായി വലിയ വിജയം നേടിക്കൊടുത്ത ബീഹാറിനെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ മോദി സർക്കാരിന് എന്തായാലും താല്പര്യം.